ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് രാവിലെ ഒരു സ്ത്രീയുടെ വിവരദോഷം കൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യന് സ്വന്തം ജീവന് ബലിയർപ്പിക്കേണ്ടി വന്ന്. ആ സ്ത്രീൻ്റെ അറിവില്ലായ്മനെ കൊണ്ടും അവരെ ഓവർ സ്മാർട്ട്നെസ് കൊണ്ടും ആ ഒരു ആൾ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു മാസം മുന്നേ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ ഒരു കുട്ടി 18 വയസ്സിന് താഴെയാണെന്നാണ് പിന്നെ എനിക്കറിയാൻ പറ്റി. ഞാൻ അതിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് ആണുങ്ങളെ സീറ്റിൽ പോയിരുന്നതാണ് ആ കുട്ടി. ആ കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായപ്പോൾ ആണുങ്ങളെ സീറ്റിൽ പോയിരുന്ന്. ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആണുങ്ങളെ സീറ്റിൽ പോയിരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ തന്നെ പ്രതികരിക്കാമല്ലോ എന്ന്. പ്രതികരിച്ചില്ല. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു അന്യ പുരുഷൻ്റെ അടുത്ത് പോയിരിക്കണം എന്തിനാന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. ഞാൻ കമൻറ്റ് ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഉമ്മനെ വാപ്പനെ എൻ്റെ ഉമ്മനൊക്കെ അത് പച്ചത്തെറി വിളിച്ച് ഫേക്ക് അക്കൗണ്ടിലും അല്ലാതുള്ള ആളുകളായിട്ട് ഞാൻ നേരിട്ടിട്ട് തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ തെറി വിളിക്കുന്നത്. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ 3-4 ദിവസം ഇങ്ങനെ തുടർച്ചയായി ഇതന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഒരു മെസ്സേജ് കൊണ്ട്. പക്ഷെ ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ഇതിൽ കമൻറ്റും കാര്യങ്ങളൊന്നും വരാതായപ്പോൾ ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ ആ വീഡിയോ അതിന് ഡിലീറ്റ് ആക്കി. എന്ത് കാരണത്താലാന്ന് അറിയില്ല. പക്ഷേ ആ വ്യക്തി അതിലിങ്ങനെ പറയപ്പെടുന്നുണ്ട് ആൾ പോലീസിലാണ്. ആ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പിൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്ത് വെച്ചാണ്. ഞാൻ ആ കുട്ടിക്ക് നിന്നിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഏതൊരു കുട്ടിയാണെന്നുള്ളത് അറിയില്ല. ആ കുട്ടീൻ്റെ വീടില്ലായ്മനെ കൊണ്ടെന്താണെന്ന് അറിയില്ല. ആ കുട്ടി അത് പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ആക്കി. എന്തർത്ഥത്തിലാണ് ഡിലീറ്റ് ആക്കി എന്നുള്ളതല്ല. പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തി തെറ്റ് ചെയ്ത് 100% വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഡിലീറ്റ് ആക്കിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അയാളെ മുഖം നല്ല വ്യക്തമാക്കിയിട്ടിട്ട് ആ കുട്ടീൻ്റെ മുഖം കാണാത്ത രീതിയിലാണ് ആ വീഡിയോ എടുത്തത്. ഞാൻ അതിൻ്റെ ക്ലിപ്പിൻ്റെ കയ്യിലുണ്ട്. ഞാൻ അയാളെ മുഖം ഞാൻ വ്യക്തമാക്കണില്ല. ഇനി വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്കിതില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീട്ടുകാരോട് അവതരിപ്പിക്കാതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട അർത്ഥം എന്താണ്? നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ബസ്സിലുള്ളത് ഇന്നത്തെ ബസ്സുകളിൽ നല്ല ചുണക്കുട്ടികളാണുള്ളത്, ആൺകുട്ടികളാണ് ബസ്സിലെ ഡ്രൈവർമാരും കിളികളെല്ലാം ബന്ധപ്പെട്ടവരെല്ലാം അടിപൊളി ആളുകളാണ്. എന്തുകൊണ്ട് ബസ്സിൽ ഇത് അവതരിപ്പിക്കണില്ല? അവർ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും സംരക്ഷണ വാല്യം തീർക്കും, 100% ഉറപ്പാണ്. ഇതൊന്നും ചെയ്യാതെ വീഡിയോ പോസ്റ്റ് ചെയ്തുങ്ങാണ്ട് വീഡിയോ ഇട്ടുങ്ങാണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? എനിക്ക് ആ ഒരു ഇതിൻ്റെ പേരിൽ ഞാനിങ്ങനെ മാനസികമായിട്ട് നമ്മളൊരു കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ എമ്മാതിരി ആക്രമണോ. അതിൽ 1-2 ലേഡീസ് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച്. നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നിട്ട് അവർക്ക് മെസ്സേജ് അയച്ച് നല്ല രീതിയിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർക്ക് മനസ്സിലായി.